വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവും സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാൻ നിന്നാത്മാവിനാൽ യാത്ര ചെയ്യും ഞാൻ. ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ. യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം ആകയാൽ ചെയ്തമെന്നെണ്ണി ലാഭം. അന്യരെന്നെണ്ണി ഈ ലോകമീത് യാത്ര ചെയ്യും ഞാൻ. ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ. യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും. ദീർഘത്തിനൊപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ. ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ. യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും. ജീവനിൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പാളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം ഒത്തിയിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ. ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ. യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ആരാധന ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കിന്നും ഈ നോമ്പിൻ്റെ 27-ാം ദിവസം വളരെ സന്തോഷത്തോടും സമർപ്പണത്തോടും നമുക്ക് ഈ ആലയത്തിലായിരിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഒരു നിമിഷം മൗനമായി ഇന്ന് നമ്മോട് ദൈവം സംസാരിക്കുവാൻ നാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ അത് നല്ല നിലത്തിട്ട വിത്ത് പോലെ അത് വളരുവാനും ഫലം കൊടുക്കുവാനും തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ബലഹീനരായ നാം ബലഹീനരാണ്. നമ്മുടെ യോഗ്യതയോ നമ്മുടെ യാതൊരു കഴിവോ കണക്കിലെടുത്തിട്ടല്ല, ദൈവത്തിൻ്റെ കൃപയും കരുണയും നമ്മുടെ മേൽ പകരുവാനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമുള്ളവരോട് അങ്ങ് മനസ്സലിയുന്നു. അങ്ങേക്ക് കരുണ കാണിക്കണമെന്ന് തോന്നുന്നവരോട് അങ്ങ് കരുണ കാണിക്കുന്നു. കൃപാലുവായ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് ദർശിപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവം, സാക്ഷ്യം നിലനിർത്തുന്ന ദൈവം, ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അങ്ങേ സാക്ഷിക്കുന്ന മക്കളായി തീരുവാൻ ഇന്നത്തെ വചനധ്യാനത്തെയും ആരാധനയെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശിഷ്ടജീവിതങ്ങൾ കർത്താവിന് പ്രസാദകരമായി ജീവിക്കുവാൻ തക്കവണ്ണം
ക്രൂശിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു കർത്താവേ. അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കും. ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ കൃപ പകരും. ഇവിടെ നിന്ന് ആർജിക്കുന്ന ഊർജം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പാൻ കർത്താവ് സഹായിക്കും. കടന്ന് വന്നിരിക്കുന്ന പ്രിയമക്കളെയും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ 86-ാമത്തെ ഗീതം നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും എന്നാരംഭിക്കുന്ന 86-ാമത്തെ ഗീതം നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൊയറിനോട് ചേർന്ന് പാടാം. നല്ല ദേവനേ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. പച്ചമേച്ചിലിൽ ഞങ്ങൾ വീണിടുവാനാ മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. അന്ധകാരമാമീ ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാണിടേണമേ. ബന്ധുവായിരുന്നു വഴി കാണിടേണമേ. ഇമ്പമേറിയ നിന്നൻപുള്ള സ്വരം മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾ വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ. വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ. സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാം. സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. പാവനാത്മനും പ്രിയ നിത്യപുത്രനും സാദരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേ. ആമേൻ. സാദരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേ. ഈ സമയത്ത് സങ്കീർത്തനം പ്രതിവാക്യമായി വായിക്കും. അതിനെ തുടർന്ന് സുവിശേഷ വേദഭാഗത്തിൽ തന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. വായിക്കുന്ന ആൾ ശ്രദ്ധിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 27 വരെ. വിശുദ്ധ ലൂക്കോസ് 9-ാം അധ്യായം 18 മുതൽ 27 വരെ. വായനയ്ക്കായി എടുത്തിരിക്കുന്ന സംഗീത വേദഭാഗം സംഗീതങ്ങൾ 133. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. വസ്ത്രത്തിന്റെ വെളുപ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താഴിയിലേക്ക് അഹരോന്റെ താഴിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും. സിയോൻ പർവ്വതത്തിൽ ചെയ്യുന്ന ഹെർമോന്റെ മഞ്ഞ് പോലെയാകുന്നു. അവിടെയല്ലോ കൽപ്പിച്ചിരിക്കുന്നത്. പിതാവിനും പുത്രനും ആത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി വായന സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 9-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ.
അവൻ തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകനെന്നും ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ഇതാരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവരെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞു. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഈ വാഴ്ചയുടെ തിരുവചനങ്ങളാൽ ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുട്ടുകളെ മടക്കാം, പ്രാർത്ഥിക്കാം. തെറ്റുകുറ്റങ്ങളെന്നിൽ വന്നതളവറ്റ നിൻ്റെ കൃപയാൽ, തെറ്റുകുറ്റങ്ങളെന്നിൽ വന്നതളവറ്റ നിൻ്റെ കൃപയാൽ മുറ്റും ക്ഷമിക്കണമേ അടിയാനെ ഒറ്റു സ്നേഹിച്ചവനെ. മുറ്റും ക്ഷമിക്കണമേ അടിയാനെ ഒറ്റു സ്നേഹിച്ചവനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം, നോമ്പ് ആരാധനയുടെ 27ാമത്തെ ദിവസം, നന്ദിയോടെ തൃപ്പാദത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ദൈവമേ കൃപ നൽകിയതിനായി സ്തോത്രം 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 ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ മക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹന്ന ദൈവസന്നിധിയിൽ അവരുടെ ഹൃദയം പകർന്നതുപോലെ ഞങ്ങൾക്കും പകരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങേ പ്രസിദ്ധപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ പകരപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ദൈവം പത്രോസിന് വെളിപ്പെടുത്തിയ ആ വചനത്തെ ഞങ്ങൾക്കിന്ന് ധ്യാനിക്കുവാൻ ദൈവമേ അച്ഛനെ അധികാരപ്പെടുത്തി പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങളിൽ പകരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അനേകവിധമായ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ക്രൂശിൻ്റെ അനുഭവം വരുമ്പോൾ ഞങ്ങൾ ആ ക്രൂശിൻ്റെ അനുഭവങ്ങളെ ഞങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്ന നന്മയാണെന്ന് ഓർത്തുകൊണ്ട് അത് അനുഭവിപ്പാൻ, അതിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കുന്ന ഉത്തമ ബോധ്യത്തോടെ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ക്രൂശിനോട് ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ക്രൂശിൽ കിടക്കുന്ന അരുമനാഥൻ ഞങ്ങളുടെ ശിരസിന്മേൽ അങ്ങയുടെ കരങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവിടെ ആവശ്യങ്ങൾ അങ്ങ് തുണ നിൽക്കണമേ കർത്താവേ. പകലുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിരുന്ന ശേഷം ഇന്ന് ഈ ആലയത്തിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സമയം കണ്ടെത്തിയ ഈ പ്രിയ മക്കളോട് അങ്ങ് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആലയത്തിൽ വന്ന് നോമ്പിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ അറിയുവാൻ, കർത്താവിനോട് ചേരുവാൻ ദൈവമേ പ്രിയ മക്കളെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. വാർദ്ധക്യ മാതാപിതാക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളുടെ ദേശത്തിന്, സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാൽ സ്തോത്രം. കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അവരുടെ പരീക്ഷകളിൽ, പഠനത്തിലൊക്കെ ദൈവത്തിൻ്റെ കൃപ പകരണമേ. ഈ ചൂടേറിയ ഈ കാലയളവിൽ കർത്താവെ വളരെ സൂക്ഷ്മതയോടെ ജീവിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. പരീക്ഷ എഴുതിയിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അവർക്ക് നല്ല വിജയം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. പ്രത്യേകാൽ ഈ നാളുകളിലും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, പ്രൊഫഷണൽ കോഴ്സുകളുടെ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം ആശീർവദിക്കണമേ. വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പകരുകയും കർത്താവെ വിശ്വസ്തയോടെ, കമ്മിറ്റ്മെൻറ്റോടെ, ദൈവകൃപയോടെ അവരുടെ ജോലി വിശ്വസ്തയോടെ നിർവഹിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രൊഫഷണൽ കോഴ്സുകളിൽ ഏർപ്പെട്ട് ഞങ്ങളുടെ ആലയത്തിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ
മറ്റ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതുപോലെ രാജ്യത്തിൻ്റെ വെളിയിലൊക്കെ സേവനം അനുഷ്ഠിക്കുന്ന പഠിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഒരു ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ അതൊരു വിഷയമാക്കി പ്രാർത്ഥിക്കുന്ന പ്രിയമക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉയരത്തിലുണ്ട് എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കുമെന്ന ആ ദൈവ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അന്ത്യത്തോളം അങ്ങയുടെ കൃപയിൽ വസിപ്പാൻ, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവരുടെ ആവശ്യങ്ങളെ നേടുവാൻ ദൈവമേ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആലയത്തിൽ ഉണക്കിയിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഒരു കൃപ, ഒരനുഗ്രഹം നിനക്ക് നൽകും എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ നന്മ എല്ലാവരും അനുഭവിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. വചനപ്രകാരമുള്ള എല്ലാ നന്മകളെയും കർത്താവരുടെ ഉള്ളങ്ങളെ അറിഞ്ഞ് അനുഗ്രഹിക്കണമോ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനത്തെ ഒന്നുകൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവിൻ്റെ ദാസനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ വചനങ്ങൾ ഞങ്ങളെ കർത്താവെ തിരിപ്പെടുത്തി തരുമ്പോൾ, അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുവാനും ഞങ്ങളിലേക്ക് അത് പകരപ്പെടുവാനും, കർത്താവെ വചനം ഞങ്ങളുടെ ഉള്ളിലത് ബലപ്പെടുവാൻ, വളരുവാൻ, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ മുഴുമഹത്വവും അങ്ങ് സ്വീകരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്മരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ, ആമേൻ. ഈ സമയത്ത് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള ആ പാഠ്യപുസ്തകത്തിൽ 542 ഗീതം ആ സമയത്ത് സ്തോത്രക്കാഴ്ച സ്വീകരിക്കും. ലോകജ്ഞാനൻ ഓട്ടം തികച്ചു എന്ന് 542. സ്വർഗേ വിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമാ പരനേശുരാജൻ സന്നിധോ സംഘഭാഗമേ എന്നെ എതിരേക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുവാടങ്ങിടുമേ. സംഘമാകവേ എന്നെ എതിരേക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, ഇന്ന് അർപ്പിച്ച കാഴ്ച അങ്ങ് സ്വീകരിക്കണമേ. കൊണ്ട് വന്നവരെയും ഇനി കൊടുക്കേണ്ടവരെയും ഒരുപോലെ ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ അർപ്പിച്ച കാണിക്കയിലൂടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. അർപ്പിക്കപ്പെട്ട കാണിക്ക ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ അങ്ങ് നിറയ്ക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നോമ്പിൻ്റെ 27-ാം ദിവസം
നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യേ ആയിരിക്കുന്ന റവറൻഡ് ഡോക്ടർ CR ഗോഡ്വിൻ അച്ഛൻ നമുക്ക് ഇന്ന് വചന സന്ദേശം നൽകും. ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും ആദരവോടും കൂടി അച്ഛനെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആലയത്തിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ. നാളെയും കൃത്യം 7 മണിക്കാണ് ആരാധന. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന 7 മുതൽ 8 വരെ ആരാധനയിലും താല്പര്യത്തോടെ പങ്കുചേരുവാൻ ആലോചനയായി അറിയിക്കും. നാളെ രാവിലെ 9:30 അയണിമൂട് ഇടവകയിൽ വെച്ച ഡിസ്ട്രിക്ട് ശ്രീജനസഖ്യത്തിൻ്റെ കോൺഫറൻസ് ഉണ്ട്. ശ്രീജനസഖ്യാംഗങ്ങൾ താല്പര്യത്തോടെ പങ്കുചേരുവാൻ ആലോചനയായി അറിയിക്കുന്നു. വൈകുന്നേരം ഡിസ്ട്രിക്ട് സ്വമേധ ശുശ്രൂഷയുടെ ഭാഗമായി കല്ലിയൂർ ഇടവകയിൽ വെച്ച ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഇടയ്ക്കോട് ഇടവകയാണ് നേതൃത്വം നൽകുന്നത്. പകലൂർ ഇടവകയാണ് നേതൃത്വം നൽകുന്നത്. 7 മുതൽ 9 വരെയാണ് ആരാധന എന്ന കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കട്ടെ. ഒരു നിമിഷം തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അല്പസമയം ഈ നോമ്പിൻ്റെ നാളുകളിൽ ദൈവവചന ധ്യാനത്തിനായി ഞങ്ങൾ മുതിരുമ്പോൾ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രൂശിൻ്റെ ധ്യാനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നോമ്പിൻ്റെ വിവിധ നോമ്പനുഭവങ്ങൾ നാളുകളിൽ അനുഭവിപ്പാനും പഠിക്കുവാനും ദൈവം അവസരം നൽകുന്നു. നമ്മുടെ സഭയിലെ പ്രിയപ്പെട്ടവരും ഇതിനകം നമ്മോട് സംസാരിച്ചുവല്ലോ. ഇനിയും ചിലരെങ്കിലും നമ്മളോട് സംസാരിക്കും. അതും ഏറെ അനുഗ്രഹകരമായിട്ട് കരുതുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. വളരെ അർത്ഥപൂർണമായ ഒരു വാക്കാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വൈദ്യനായ അല്ലെങ്കിൽ ഒരു ഡോക്ടറായ ലൂക്കോസ് യേശുവിൻ്റെ ക്രൂശിനെ പ്രശംസിച്ച, അതോടൊപ്പം നാം എങ്ങനെയാകണം എന്നതിനെക്കുറിച്ചും ഒരു വാക്യം കൊണ്ട് തന്നെ അർത്ഥപൂർണമായി നമ്മോട് സംസാരിക്കുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അത് യേശു പറഞ്ഞ വാക്കുകൾ അതുപോലെ ലൂക്കോസ് രേഖപ്പെടുത്തുന്നതായും നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ നിഷേധിച്ച നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇപ്പോൾ ക്രൂശിൻ്റെ പ്രാധാന്യതയാണ് യേശു ഇവിടെ പറയുന്നത്. കാർത്തേജ് എന്ന രാജ്യത്തും ട്യൂണീഷ്യ, യഹൂദിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്രൂശ ഒരു മരണമുറിയായിരുന്നു. വളരെ നിന്ദിക്കപ്പെട്ട ഒരു കള്ളനെ കൊല ചെയ്യുന്നതിന് ഉപയോഗിച്ച ഒരു മരണമുറയാണ് ക്രൂശ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രൂശിനത്ര മാഹാത്മ്യമില്ലാതിരിക്കുമ്പോഴാണ് യേശു ഈ വാക്കുകൾ തൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ഈ വാക്കുകൾ യേശു ഉപയോഗിക്കുമ്പോൾ ക്രൂശിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ ത്യജിച്ച് ക്രൂശ് എടുത്തും കൊണ്ട് അനുഗമിക്കട്ടെ. ഇപ്പോൾ നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിപ്പാൻ. ഇപ്പോൾ ക്രൂശ് ഞാൻ പറഞ്ഞു, അന്ന് വളരെ നിന്ദ്യമായ പരിഹാസ്യമായ ഒരു ഉപകരണം, കൊലയ്ക്ക് ഉപയോഗിക്കുന്നൊരു ഉപകരണം. അതിനെ യേശു വളരെ പ്രാധാന്യതയോടെ തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുമ്പോൾ താൻ വഹിക്കുവാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് യേശുവിന് വല്ലാതെ ബോധ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പക്ഷെ അപ്പോൾ ഇന്ന് നാം എത്രമാത്രം അർത്ഥപൂർണമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ക്രൂശിനെയൊക്കെ വല്ലാതെ സാഹിത്യകാരന്മാരൊക്കെ ഉപയോഗിക്കാറുണ്ട്.
ഇത് വല്ലാത്ത കുരിശായിപ്പോയി എന്ന് നമ്മളറിയാതെ പറഞ്ഞു പോകാറുണ്ട്. ഇപ്പം നമ്മുടെ മനസ്സിൽ ക്രൂശിനെ കുറിച്ചുള്ള ചിന്ത എന്താണ്? ക്രൂശിലെ വേദനയ്ക്ക് പുതിയൊരു അർത്ഥം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ് നാം പലപ്പോഴും ചെയ്യാറുള്ളത്. ദുഃഖത്തിൻ്റെയും വേദനയും പ്രകടിപ്പിക്കുവാൻ ക്രൂശിനോളം പോകുന്ന ഒരു പ്രതീകം, ഒരു സിമ്പൽ ഇല്ല എന്നത് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇതൊരു കുരിശായിപ്പോയി എന്നൊക്കെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് പറയും നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നു. മഹാത്മാഗാന്ധി ഒരിക്കൽ വത്തിക്കാനിൽ പോപ്പിനെ സന്ദർശിക്കാനായിട്ട് കടന്നുപോയി. അവിടെയുള്ള ആലയങ്ങളൊക്കെ വളരെ വലിയ വലിയ ആലയങ്ങളാണ്, വലിയ പഴക്കം ചെന്ന രമ്യഹർമ്മ്യങ്ങളാണ് അവർ ആലയമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ധാരാളം ക്രൂശിത രൂപങ്ങളെ അദ്ദേഹം കണ്ടു. പക്ഷെ ഇതിൽ വലിയൊരു രൂപം, ക്രൂശിതനായ യേശുവിൻ്റെ രൂപം അദ്ദേഹം കണ്ടതിൻ്റെ മുമ്പിൽ ധ്യാന നിരതനായി ഏറെ സമയം ചിലവിട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ പറയുന്നത്. 1991 യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൽ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ വത്തിക്കാനിൽ ക്രിസ്തുവിൻ്റെ സജീവമായ ഒരു ക്രൂശിത രൂപം കണ്ടു. അതിൽ നിന്ന് മഹത്തായ ഒരു പാഠം പഠിച്ചു. ക്രൂശിലെ മരണവിധിയിലൂടെ അല്ലാതെ നമുക്കോ നമ്മുടെ രാജ്യത്തിനോ ലോകത്തിനോ തന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. ക്രൂശിൻ്റെ ആകർഷണിക വലയത്തിൽ ഗാന്ധിജി രൂപപ്പെടുത്തിയ ക്രൂശിൻ്റെ തത്വശാസ്ത്രമാണ് അദ്ദേഹം ഇന്നത്തേതിൽ തൻ്റെ ചിന്തകളിലൂടെ, തൻ്റെ വാക്കുകളിലൂടെ ആ ലോക ജനതയോട് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അതിന് ഏറ്റവും ചലനാത്മകമാക്കിയത് അദ്ദേഹത്തിൻ്റെ അഹിംസ ചിന്തകൾക്ക് രൂപം കൊടുത്തിയത് ഈ ക്രൂശിത രൂപമാണ് എന്നാണ് ആ ചിന്തകൾക്ക് മിഴിവേകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം ആ ക്രൂശിത രൂപം നൽകിയ ആ ചിന്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തി ഇന്ത്യയുടെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനായിട്ട് കാരണമായി. അപ്പം അദ്ദേഹം ആ ക്രൂശിൽ നിന്ന് എന്താണ് സ്വാംശീകരിച്ചെടുത്തത്? അദ്ദേഹം എന്ത് പാഠമാണ് ഉൾക്കൊണ്ടത്? അപ്പം നമ്മൾ എത്രമാത്രം ഈ ക്രൂശിനെ സ്വീകരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ക്രൂശിനെ പറ്റി കാത്തു സൂക്ഷിക്കുന്ന സങ്കല്പങ്ങൾ, നമ്മുടെ സങ്കല്പങ്ങൾ എങ്ങനെയാണ്? ചിലതൊക്കെ വികലമാണ്, ചിലതൊക്കെ വിരൂപമാണ്, ചിലപ്പോൾ ഭാഗികമായി പോവുകയാണ്. ക്രൂശിനെ ആദരിക്കും, നമ്മൾ വണങ്ങും, ക്രൂശ് വരയ്ക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ അതിനെ പ്രതിഷ്ഠിപ്പാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നാം ഇന്ന് കുരിശൊക്കെ വഹിച്ച് നമ്മുടെ അമ്മമാരും സഹോദരിമാരൊക്കെ ക്രൂശൊക്കെ തലയിൽ കഴുത്തിലേക്ക് തൂക്കിയിട്ടുകൊണ്ട് നടക്കാറുണ്ട്. എന്തുകൊണ്ട് നാം ഈ കുരിശിനെ വഹിക്കുന്നു അല്ലെങ്കിൽ തൂക്കിയിടുന്നു? യേശു കട്ടിലിൽ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ നമ്മൾ കട്ടിലുമൊക്കെ തൂക്കി നടക്കുമായിരുന്നു. പക്ഷെ അത് ആ യേശു അതിൽ കയറിയത് കൊണ്ടാണ്. പക്ഷെ ഇതിനെ, ഈ രൂപം നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആഭരണമായി ഉപയോഗിക്കുന്നതല്ല, അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ആഡംബരമായി, അധികാരത്തിൻ്റെ ചിഹ്നമായി, നമ്മുടെ സ്റ്റാറ്റസിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു അലങ്കാര വസ്തുവായി മാറുന്നു എന്നതാണ് നാം ഇന്ന് ദുര്യോഗത്തോടെ അല്ലെങ്കിൽ വേദനയോടെ മനസ്സിലാക്കുന്ന വസ്തുത. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി അതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നാം പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുത. ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ജീവിതത്തിലെ വേദനകളും പരാധീനതകളും നഷ്ടങ്ങളും പലതിനെയും ക്രൂശായി വിശേഷിപ്പിക്കുകയല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം പ്രയാസങ്ങൾ മനസ്സിലായ മനസ്സോടെ സ്വീകരിക്കുന്നവനല്ല ഈ ക്രൂശിൻ്റെ ചിന്ത നമുക്ക് നൽകുന്നത്. യേശു ഒരിക്കലും അത്തരത്തിലല്ല ക്രൂശിനെ സമീപിച്ചത്. അപ്പോൾ യേശു തൻ്റെ ജീവിതത്തെ വെടിഞ്ഞ് സ്നേഹിക്കുന്ന ഒന്നാണ്, സ്വയം ഏറ്റെടുത്ത ഒന്നാണ്. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങളും കഷ്ടത വരുമ്പോഴൊക്കെ അത് കുരിശായി മാറുമ്പോൾ യേശു ഉൾക്കൊണ്ട, യേശു തരുന്ന അർത്ഥങ്ങൾ മാറിപ്പോകുന്നു എന്നതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അതുകൊണ്ട് യേശു സർവവും വെടിഞ്ഞ് തൻ്റെ ജീവിതത്തെ തന്നെ ഇല്ലാതെയാക്കി ക്രൂശിനെ സ്നേഹിച്ചത് ഈ ലോകത്തിന് സമാധാനം നൽകുവാൻ, ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണ്, ഈ ലോകത്തിന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ക്രൂശ് വെറും അലങ്കാര ചിഹ്നമായി, ആദായ ചരക്കായി മാറിപ്പോകുമെന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ക്രൂശിൻ്റെ യഥാർത്ഥ സ്നേഹത്തെ, യഥാർത്ഥ ചിന്തയെ, അർത്ഥത്തെ നാം ഉപേക്ഷിക്കാതെ യേശു നൽകിയ അർത്ഥത്തിൽ അത് കുരിശായി
മനസ്സിലാക്കുവാൻ കഴിയണം എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അതിൻ്റെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനന്തരഫലമായി ക്രൂശിനെ കാണുവാനായിട്ട് കഴിയണം. കാരണം അത്രമാത്രം ഒരു പോരാട്ടമാണ് യേശുവിൻ്റെ ജീവിതത്തിൽ ക്രൂശിന് മുമ്പ് സംഭവിച്ചതെന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ക്രൂശിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ചില വിപ്ലവ പ്രസ്ഥാനങ്ങൾ ക്രൂശിനെ അതിൻ്റെ ചൈതന്യത്തെ ആവഹിക്കാറുണ്ട്. അവർക്ക് യേശു അല്ല പ്രശ്നം. അപ്പോൾ ഇത് അവരുടെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലായി അത് മാറുകയാണ്. പിന്നെ ചില ക്രിസ്ത്യാനികൾക്ക് കുരിശ് വേണം, അതിലെ യേശുവിനെ വേണ്ട. ചിലർക്ക് യേശുവിനെ വേണ്ട, നല്ലൊരു പങ്ക് ക്രിസ്ത്യാനികൾക്ക് കുരിശ് വേണം. അതവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് അലങ്കാരമായി മാറ്റപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ ക്രൂശിൻ്റെ വേദനയും ത്യാഗവും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതെൻ്റെ ജീവിതത്തിൽ വേണ്ട. ക്രൂശിൽ യേശു സഹിച്ച ത്യാഗം എനിക്ക് വേണ്ട. പക്ഷേ യേശുവിൻ്റെ കുരിശ് കിട്ടിയാൽ എനിക്ക് കുമിഞ്ഞുകൂടുന്ന സ്വത്തിൻ്റെ കാവൽ ഭടനായി എൻ്റെ വീട്ടിൻ്റെ ഒരു കോണിൽ നിൻ്റെ കുരിശ് ഞാൻ പ്രതീക്ഷിച്ചോളാം. മെഴുകുതിരിയും സാമ്പ്രാണിയും കൊളുത്തി വയ്ക്കാം. അതൊരു ഒരു പ്രതിഷ്ഠയാക്കി വയ്ക്കുവാനായിട്ടുള്ള വ്യഗ്രത എന്ന് കാണപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പോൾ കുരിശിൽ നിന്ന് ക്രിസ്തുവിനെ വേർപെടുത്തിയാൽ അത് അപൂർണമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. മറ്റുള്ളവരുടെ രക്തം ചിന്തിയുള്ള ഒരു കുരിശല്ല, സ്വന്തം രക്തം ചിന്തിയാണ് ക്രൂശ് നമുക്ക് സമ്പാദിച്ചു തന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ക്രൂശിലെ ആ ത്യാഗം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രമേ ക്രൂശ് അർത്ഥപൂർണമായ ഒന്നാകുകയുള്ളൂ. നമ്മൾ ക്രൂശിൻ്റെ വഴികളൊക്കെ പലപ്പോഴും കാണാറുണ്ട് ടി വിയിലൊക്കെ. അവിടെ പല വലിയ പ്രമുഖന്മാരും, ആരാണെന്ന് പേരെടുത്ത് പറയുന്നില്ല, അവരൊക്കെ ഉപയോഗിക്കുന്ന പൊൻകുരിശുകളാണ്, അല്ലെങ്കിൽ വെള്ളിക്കുരിശുകളാണ്. ചില പോപ്പുമാരോ വലിയ കർദിനാൾമാരൊക്കെ കുരിശ് വഹിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കുരിശിൻ്റെ അടിയിൽ നല്ല ചക്രങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണും. ഭയങ്കരമായി സൂം ചെയ്തൊക്കെ നമ്മളെയൊക്കെ കാണിക്കും. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് യേശു വഹിച്ച കുരിശെന്ന് പറഞ്ഞ മരക്കുരിശാണ്. അത് റഫാണ്. ഓൾഡ് റാഗ് ദ ക്രോസ് എന്നാണ് ഒരു പാട്ടുകാരൻ പറയുന്നത്. വളരെ റഫായിട്ട് വളരെ വേദന ഉണ്ടാകുന്ന ഒരു കുരിശാണ് യേശു വഹിച്ചത്. യേശുവിൻ്റെ കുരിശ് മരത്തടിയാണ്. വലിയ ഭാരമേറിയ കുരിശ് വഹിച്ചുകൊണ്ട് അതൊരു മരണമുറിയായി ഗോൽഗോഥയുടെ നെറുകയിലേക്ക് യേശുവിനെ കൊണ്ടുപോകുക. ഇതിനിടയിൽ അടിയും കിട്ടുന്നുണ്ട്. അതൊരു മരണമുറിയായി വലിയ ഭാരം തൻ്റെ ചുമലിലേറ്റി അത് വലിച്ചുകൊണ്ട് യേശു നെറുകയിലേക്ക് പോയി. ഇന്ന് അതിൻ്റെ അടിയിൽ ചക്രങ്ങൾ ഘടിപ്പിച്ച് വലിച്ചെടുച്ചുകൊണ്ട് നടക്കുന്ന ഭാവമാണ് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം നമുക്കെന്താ തോന്നുന്നത്? വളരെ നിസ്സാരവൽക്കരിക്കുന്ന, വളരെ ലഘുവാക്കപ്പെടുന്ന ക്രൂശിൻ്റെ അനുഭവമാണ്. അതല്ല യേശു വഹിച്ച ആ ത്യാഗത്തിൻ്റെ അടയാളം ഇന്ന് മനസ്സിലാക്കുവാനായിട്ട് അത് അടയാളപ്പെടുത്തുവാൻ കഴിയാതെ പോകുന്നു എന്നതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അങ്ങനെ ജീവനും മരണവും തമ്മിലുള്ള സംഘടനം, അതിൻ്റെ വേദനയും കുരിശിൻ്റെ രൂപവും ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുമെന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് വഹിക്കുവാനുള്ള ആഹ്വാനമാണ്. ഇതാണ് യേശു കർത്താവ് ഈ വചനത്തിൽ പറയുന്നത്. ഡിനൈ ദൈ സെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഡിനൈ ദൈ സെൽഫ്, നീ നിന്നെ തന്നെ ത്യജിക്കണം. ഇപ്പം നിനക്ക് എൻ്റെ കുരിശ് വഹിക്കണമെങ്കിൽ, തന്നെത്തൻ ത്യജിച്ച് ഈ ക്രൂശിൻ്റെ അനുഭവം വഹിക്കണമെങ്കിൽ തന്നെത്തൻ ത്യജിച്ച് തൻ്റെ കുരിശെടുക്കുവാനുള്ള ആഹ്വാനം. ഇന്ന് യേശുവിൻ്റെ കുരിശ് പിടിക്കാനാണ് നമുക്കെല്ലാം വെപ്രാളം. യേശു പറഞ്ഞു, നിൻ്റെ കുരിശ് എടുത്ത് എന്നെ അനുഗമിക്കാനുള്ള ആഹ്വാനം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ഈ രാത്രിയിൽ ഈ നോമ്പിൻ്റെ നാളുകളിൽ സ്വയം സമർപ്പണത്തിലൂടെ ക്രൂശ് വഹിക്കുവാനായിട്ട് കഴിയുമോ? അന്ത്യനൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ക്ലോവിൻ എന്ന് പറയുന്ന വലിയൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. വലിയൊരു ചിന്തകനാണ്, വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കാനിടയായിത്തീർന്നു. വലിയൊരു നാടുവാഴിയാണ്, ഒരു രാജാവാണ് അദ്ദേഹം. ക്ലോവിൻ പറഞ്ഞത്, യേശുവിൻ്റെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ നിഷ്ഠൂരമായ ക്രൂരമായ കൊലപാതകത്തിൽ നിന്ന് യേശുവിനെ ഞാൻ രക്ഷിക്കുമായിരുന്നു. കാരണം അദ്ദേഹം നാടുവാഴിയാണ്, ചക്രവർത്തിയാണ്. കൂടാതെ അവിടെയുള്ള എല്ലാവരെയും, യേശുവിനെ കൊല്ലാൻ ശ്രമിച്ച എല്ലാവരെയും ഞാൻ കൊല്ലുമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹം യേശുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം രണ്ടാമത് പറഞ്ഞത്,
ശത്രുക്കളെ നശിപ്പിക്കുവാൻ കഴിയില്ല, കാരണം യേശുവിന് അതിന് ഇഷ്ടമല്ല. കാരണം കുന്തം കൊണ്ട് കുത്തിയവനോടും പറഞ്ഞത് എന്താ? ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ യേശുവിനെ പരിഹസിച്ചവരോട് കാർക്കിച്ചത്ത് പേരുടെ മുമ്പിൽ യേശു ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അതുകൊണ്ട് യേശുവിൻ്റെ ഭാവവും പേറി യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ അവരെ ഒന്നും കൊല്ലാൻ പറ്റില്ല. പക്ഷേ ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തി യേശുവിനെ ക്രൂശിൽ നിന്ന് രക്ഷപ്പെടുത്തുമായിരുന്നു. അപ്പം അതിനുശേഷം അദ്ദേഹം വീണ്ടും പഠനം നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാ, കുറേ നാൾ കഴിഞ്ഞ് പഠനം നടത്തി അദ്ദേഹം മാമോദീസയൊക്കെ സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ഈ രാജാവ് പറഞ്ഞത്, ഞാൻ ക്രൂശിനടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനോടുകൂടി ക്രൂശിക്കപ്പെടുമായിരുന്നു, ഞാൻ അവനോടുകൂടി ക്രൂശിക്കപ്പെടുമായിരുന്നു. എന്നെ കേൾക്കുന്ന ക്രിസ്തീയ സഹോദരങ്ങളെ, എന്താണ് നാം ക്രൂശിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്താണ് നമ്മുടെ ചിന്തകൾ? ആ രാജാവ് പറഞ്ഞത്, ആദ്യം പറഞ്ഞ കൊല്ലുമായിരുന്നു, എല്ലാത്തിനെയും വെട്ടിക്കൊന്ന് യേശുവിനെ രക്ഷപ്പെടുത്തും. രണ്ടാമത് പറഞ്ഞത്, ഞാൻ യേശു ആരെയും കൊല്ലാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവരെയും കൊല്ലുന്നില്ല, പക്ഷേ പ്രതിരോധം തീർത്ത് യേശുവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുമായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയായി തീർന്നപ്പോൾ, യേശുവിനെ അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരോടൊപ്പം ക്രൂശിക്കപ്പെടുമായിരുന്നു. അദ്ദേഹം ആത്മസമർപ്പണം ചെയ്ത വ്യക്തിത്വമായി വലിയൊരു വിശ്വാസത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്കെന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ 2-3 ആഴ്ച കഴിയുമ്പോൾ ഈ നോമ്പാചരണവും തീരും, യേശുവിനെ നമ്മളെല്ലാവരും കൂടെ കൊല്ലും, അതിനുശേഷം ഉയർപ്പിക്കും, ഇതുപോലെ വിളിച്ചുകൊണ്ടൊക്കെ നടക്കും, യേശുദാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വെപ്രാളമാണ്, യേശുവിനെ ജനിപ്പിക്കുവാനുള്ള വെപ്രാളം. ഡിസംബർ ആകുമ്പോൾ അതും കഴിയും, ആ പ്രക്രിയയും കഴിയും. പിന്നെയും നമ്മൾ കാത്തിരിക്കും യേശുവിനെ എങ്ങനെ എന്ന് ക്രൂശിക്കുവാനായിട്ട് കഴിയും. അപ്പം ഇതെല്ലാം അധര ജൽപ്പനമായി, ഒരു പ്രതിഷ്ഠ, ഒരു ആചരണമായി അസ്തമിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ക്രൂശ് എന്താണ് എന്ന ചിന്ത, ക്രൂശ് മേൽ കയറിയ യേശു എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്, അത് എന്തുമാത്രം ഞാനുമായി ബന്ധമുണ്ട് എന്ന ചിന്ത ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ രാജാവ് പറഞ്ഞതുപോലെ, ഞാൻ അവനോടൊപ്പം ക്രൂശിക്കപ്പെടുമായിരുന്നു, ഞാൻ അവനോടൊപ്പം ക്രൂശിക്കപ്പെടുമായിരുന്നു. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, അതിൽ നിന്ന് ക്രൂശൻ്റെ തത്വസംഹിതമായി ഞാൻ സ്വീകരിക്കുന്നു. അഹിംസയുടെ പാഠങ്ങൾ രൂപപ്പെടുത്തുവാൻ ക്രൂശ് എന്നെ പ്രേരിപ്പിച്ചു. ഒരു രാജ്യത്തിൻ്റെ വിടുതലിന് വേണ്ടി അതിൻ്റെ അടിത്തറയായി ക്രൂശ് മാറിയെന്ന ചിന്ത നമുക്ക് നൽകുന്ന വലിയ ശക്തിയാണ് എന്ന ബോധ്യം ക്രിസ്ത്യാനികൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ആത്മസമർപ്പണത്തിൻ്റെ അനുഭവമായി, ആത്മസമർപ്പണത്തിൻ്റെ ബലിവേദിയായി ഈ ക്രൂശിനെ മാറ്റുവാനായിട്ട് നമുക്ക് കഴിയുമോ? കണ്ണുകളടയ്ക്കാം. ക്രിസ്തുവിൻ്റെ ചാരത്തേക്ക്, ക്രൂശിൻ്റെ ചാരത്തേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഈ രാത്രിയിൽ അങ്ങനോട് സംസാരിക്കണമേ. കർത്താവേ, ക്രൂശ് വെറും ചിഹ്നമായിട്ടല്ല, അധികാരത്തിൻ്റെ ചിഹ്നമായിട്ടല്ല, കർത്താവേ, ഞങ്ങളുടെ സ്റ്റാറ്റസിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിക്കാവുന്ന ഒന്നായിട്ടല്ല. ഞാനും യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. സ്വയാർപ്പണത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരാമോ? ക്രൂശിൻ്റെ ചിന്തകൾ എന്നിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് കർത്താവേ. കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം തന്നിട്ടുണ്ട്. മാറാത്തതിനി മാറും എന്ന ചിന്തയോടെ യേശുവിൻ്റെ ചാരത്തേക്ക് നമുക്ക് വരുവാനായിട്ട് കഴിയുമോ? ഇതുവരെയും മാറാത്ത അനുഭവങ്ങളിൽ നിന്ന് മാറ്റത്തിൻ്റെ കർത്താവ് തുടക്കമായി മാറുവാൻ, മാനസാന്തരത്തിൻ്റെ രൂപമാറ്റത്തിൻ്റെ അനുഭവത്തിൽ ക്രൂശനോട് സംവദിക്കുന്നത് കേൾക്കുവാൻ അങ്ങ് എൻ്റെ മനസ്സുകളെ രൂപപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? എല്ലാവർക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നോമ്പിൻ്റെ നാളുകളിൽ അല്പം നോവുവാൻ, ജീവിതത്തിലെ വ്യഥകളിൽ വേദന അനുഭവിച്ച, ഏറെ പിടഞ്ഞ ക്രൂശിൽ മരിച്ച, ലോകത്തെ വീണ്ടെടുത്ത അരുമനാഥൻ്റെ ചാരത്തേക്ക് നമുക്ക് അടുത്ത് വരാം. യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. യേശുവേ, അങ്ങനോട് സംസാരിക്കണമേ. നമുക്കെല്ലാവർക്കും അല്പസമയം മൗനമായി കർത്താവിനോട് എന്താണ് സംസാരിച്ചത്, ക്രൂശ് എന്നോട് എന്താണ് സംസാരിച്ചത്, ഒരു നിമിഷം മൗനമായി ധ്യാനിക്കാമോ? ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ കാണുന്ന ദാരിദാം പ്രാണനാഥൻ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ,
പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൻ്റെ അനുഭവത്തിലൂടെ ഞങ്ങൾ നയിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. അല്പസമയം ഞങ്ങൾ കർത്താവേ ക്രൂശിൻ്റെ ചാരത്ത്, ക്രൂശിൻ്റെ ഓരത്ത് ആയിരിക്കാൻ അങ്ങ് അവസരമൊരുക്കിയല്ലോ കർത്താവേ. അതിൻ്റെ ചിന്തകൾ, അങ്ങ് നൽകിയ ചിന്തകൾ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിപ്പാൻ, ക്രൂശിൻ്റെ അടയാളമായി അധികാരചിഹ്നമായിട്ടല്ലേ എൻ്റെ ജീവൻ്റെ കർത്താവേ, എൻ്റെ ജീവൻ്റെ അടയാളമാണെന്ന ബോധ്യത്തോടെ ക്രൂശിനെ പുൽകുവാനുള്ള വലിയൊരു നിയോഗം എനിക്ക് നൽകണമേ. കർത്താവിൻ്റെ സാമീപ്യം തന്നെ ഈ ക്രൂശിലൂടെ ദർശിപ്പാൻ അങ്ങ് കൃപ ചെയ്യണമേ. കർത്താവേ, ദിവ്യമായ ദർശനം ക്രൂശിലൂടെ ഈ രാത്രികാലം ഒരുക്കിയതിനായിട്ട് നന്ദി കർത്താവേ. ഈ ക്രൂശിനെ പുൽകിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോകട്ടെ. അങ്ങയുടെ ദൃശ്യമായ കരം ഞങ്ങളോട് കൂടിയിരിക്കും. ഈ ലോകത്തിന് കർത്താവേ നന്മ സമ്മാനിക്കുവാൻ കർത്താവേ അങ്ങയുടെ ക്രൂശിലെ ദർശനം എൻ്റെ ജീവിത ദർശനമാക്കി അങ്ങ് മാറ്റിയതിനായി സ്തോത്രം ചെയ്യും. നിങ്ങളെല്ലാവരെയും അങ്ങ് ആശീർവദിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പിതാപുത്ര പരിശുദ്ധന്മാവായി ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും കർത്താവിടെ ആയിരിക്കുന്ന എല്ലാ നിന്റെ മക്കളുടെ മേലും ഞങ്ങളുടെ ദേശത്തോടും ഞങ്ങളുടെ സഭയോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ മനസ്സലി ഉടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ.